ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ. പ്രമുഖ കമ്പനികളുടെ മിക്സി, ഗ്യാസ് സ്റ്റൗ, പ്രഷർ കുക്കർ, സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, BLDC ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. SK ട്രേഡിംഗ് ഹോം അപ്ലയൻസസ്, ഫയർ സ്റ്റേഷന് സമീപം, കുന്നംകുളം റോഡ്, ഓട്ടുപാറ. കോൺടാക്ട് 9744112205. വടക്കാഞ്ചേരി മങ്കര കാട്ടുകുളം തകർച്ചയുടെ വക്കിൽ. അപകട ഭീഷണിയിൽ 30ഓളം കുടുംബങ്ങൾ. നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമ്മുടെ മെമ്പർ വരലുണ്ട്, പറയാറുണ്ട്. മെമ്പർ അവിടെ മുനിസിപ്പാലിറ്റിയില് ശരിയാവുന്നു പറയാന്നല്ല. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 18 മങ്കര കാട്ടുകുളം പരിസരത്തെ കുടുംബങ്ങളാണ് അപകട ഭീഷണിയിൽ കഴിയുന്നത്. മഴക്കാലത്തോടെ കുളത്തിൽ നിന്നും വെള്ളം പുറന്തള്ളി സമീപത്തെ വീടുകളിലേക്കും മറ്റും ഒഴുകിയെത്തുന്നത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രളയത്തിൽ അപകട ഭീഷണിയെ തുടർന്ന് മേഖലയിലെ 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. പ്രളയത്തിൽ കുളത്തിൽ നിന്നും പുറന്തള്ളിയ വെള്ളം ഒഴുകിയെത്തി സമീപത്ത് വീടിന്റെ സംരക്ഷണ ഭിത്തി തകരുകയും ചെയ്തിരുന്നു. മങ്കര പുളിക്കൽ വീട്ടിൽ ലാസിയുടെ വീടാണ് അപകട ഭീഷണിയിലായിരിക്കുന്നത്. പ്രളയകാലത്ത് സ്ഥലം സന്ദർശിച്ച ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഉടനടി നടപടിയെടുക്കുമെന്ന് അറിയിച്ചു പോയതല്ലാതെ ഈ മേഖലയിലേക്ക് പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പ്രദേശവാസിയായ സൈദലബി പറയുന്നു. ടവറിന്റെ പരിപാടി ഉണ്ടായിരുന്നു, എയർടെലിന്റെ ടവർ. അവിടെ നിന്നൊക്കെ മണ്ണിടിച്ചിട്ട് അവിടെ നിന്നുള്ള വെള്ളം കല്ലും മണ്ണൊക്കെ കൂടിയിട്ട് കോറി ഒഴുകി വന്നിട്ട് ഈ കാട്ടുകുളം അവിടെ നിന്ന് അറിഞ്ഞ് കവിഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ ഈ റോഡിൻ്റെ മേലെ വെള്ളം തള്ളിയിട്ടാണ് കണ്ടോ ഇവിടെ ഒരു വലിയൊരു ഗർത്തമായി. ഈ വീടൊക്കെ പോകേണ്ടതായിരുന്നു, എന്തോ ഭാഗ്യത്തിന് അങ്ങനെ നിൽക്കുകയാണത്. കഴിഞ്ഞ വർഷം ഉണ്ടായ ഗർത്താണിത്. ഈ നിമിഷം വരെ ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാർ ഒന്ന് തൂർക്കാനോ അല്ലെങ്കിൽ കുറച്ച് കോറി വേസ്റ്റ് ഇടാനോ ഒന്നും ഇവിടെ ആരും അതിന് നിന്നിട്ടില്ല. അപ്പോൾ അത്രയും ദയനീയമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതാ ഞങ്ങൾ ആ ഭാഗം കണ്ട അവിടെ ഇടിഞ്ഞിരിക്കുന്നത് കണ്ട, അതും കഴിഞ്ഞ വർഷം ഇടിഞ്ഞതാണ്. ഇപ്പോൾ അതാ രണ്ടാമത് ഇപ്പോഴത്തെ മഴയിൽ ഇതാ വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപകട സാധ്യത മേലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ മേലെ മണ്ണ് എടുത്തിട്ടുള്ള അതിൻ്റെ മേലെ മലയാണ്, അവിടെ നിന്ന് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണിത്. ഈ ഭാഗത്താണ് ഇപ്പോൾ എയർടെലിൻ്റെ ടവറുള്ളത്. അവിടെ നിന്ന് എടുത്തിട്ടുള്ള മണ്ണ് അവിടെ നിന്നും വരുന്നുണ്ട്. അവരത് ചിന്തിക്കുന്നുണ്ട്, അവരോട് പറഞ്ഞിട്ടുണ്ട്, അവർ കാര്യം അവിടെ മുനിസിപ്പാലിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ അത് സാങ്ഷനാവും, ശരിയാവും എന്ന് പറയുന്നുണ്ട് എന്നല്ലാതെ ഒരു വർഷമായിട്ട് ഇതുവരെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ കിടക്കണം. കാട്ടുകുളത്തിന് ചുറ്റുമുണ്ടായിരുന്ന പാഴ്മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും നിരന്തരം തകരാറിലാകുന്നതിനെ തുടർന്ന് കൗൺസിലർ ഇടപെട്ട് കുളത്തിനുള്ളിലെ പാഴ്മരങ്ങൾ മുറിച്ചു നീക്കിയിരുന്നു. എന്നാൽ മുറിച്ചു നീക്കിയ മരങ്ങൾ സ്ഥലത്തു നിന്നും കൊണ്ടുപോയെങ്കിലും ശിഖരങ്ങളും മറ്റും കുളത്തിനുള്ളിലിട്ട് കുളം തൂർന്ന നിലയിലാണ്. മാത്രമല്ല കുളത്തിന്റെ പാർശ്വഭിത്തികൾ എല്ലാം ഇടിഞ്ഞിടിഞ്ഞ് പരിസരത്തെ വീടുകളും അപകട ഭീഷണിയിലാണ്. നിരന്തരം ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചുവെങ്കിലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. തകർന്ന മതിൽക്കെട്ട് അടിയന്തരമായി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ തന്റെ വീടുൾപ്പെടെ തകർന്നു പോകുമെന്ന് വയോധികയായ ലാസിയ പറയുന്നു. ഇതവരോട് ഞാൻ എത്ര കാലമായി പറയണു, പിന്നെ ഈ കുണ്ട് തൂർക്കാം. ഇനിയിപ്പോ ഈ കുണ്ടിലേക്ക് വെള്ളം വന്ന ആളും കൊണ്ട് വരുന്നു. അന്ന് അത് അവരൊക്കെ പഞ്ചായത്തുനിന്നും ബ്ലോക്കിൽ അവിടുന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇങ്ങോട്ട് മാറുന്നു, ഇവിടെ ഇരിക്കല്ലേ പറഞ്ഞിട്ട് അവരൊക്കെ ഫോട്ടോഎടുത്ത് പോകുന്നു. വന്നിട്ട് ഇവിടെ ഇരിക്കല്ലേ പറഞ്ഞിട്ട് എന്നിട്ട് സ്കൂളിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് സ്കൂളിൽ 2 ദിവസം നിന്നു. ഇതൊക്കെയും ചെയ്തിട്ട് അവരിത് ജീവിക്കുകയല്ല. ഇനി എന്താ പോലെ കാട്ടുക, ഒന്നും കാട്ടപ്പാടില്ല. ഞാൻ പെരയെ പോവുക, തന്നെ ഉണ്ടാവുക. VCV ന്യൂസ് മങ്കര. You are watching VCV News.